ഇന്നിതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കിച്ചണിലോട്ട് വന്നതാണ്. സമയം ഇപ്പോൾ 6 മണി ആവുന്നേ ഉള്ളൂ. വെളിച്ചം വെച്ച് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴയാണ്. അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇഡ്ഡലിയും പിന്നെ നല്ലൊരു അടിപൊളി ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഇഡ്ഡലിക്കുള്ള മാവ് തലേ ദിവസം തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. രാവിലെ എണീറ്റ് വരുമ്പോൾ മാവ് ഇങ്ങനെ നന്നായി പൊങ്ങി വന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം ഇഡ്ഡലിക്ക് മാവ് അരയ്ക്കുമ്പോൾ ഞാൻ വിചാരിക്കും നന്നായിട്ട് പൊങ്ങി വരാണ് ഇഡ്ഡലി ഉണ്ടാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കണം. എന്തായാലും മാവ് പൊങ്ങി വന്നതുകൊണ്ട് ഞാനിന്ന് ഇഡ്ഡലി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിയുടെ തട്ടെല്ലാം നന്നായി തുടച്ച് വെള്ളമെല്ലാം കളഞ്ഞ് അതിൽ കുറച്ച് വെളിച്ചെണ്ണ എല്ലാം പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനുശേഷം മാവ് ഓരോ തട്ടിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇഡ്ഡലി വേവിക്കാനായിട്ട് ഇഡ്ഡലി കുക്കറിലോട്ട് ഇറക്കി വെക്കുന്നുണ്ട്. ഇനി ഇഡ്ഡലി വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിതാ ചട്നി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതിനായിട്ട് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു തേങ്ങ മുഴുവൻ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ 5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 7 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. ഇനി ഇതെല്ലാം കൂടെ അരച്ചെടുക്കാനായിട്ട് ഞാനിതാ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് എടുക്കുമ്പോൾ നമുക്ക് എരിവ് കൂടുതലുണ്ടെങ്കിൽ അധികം മുളക് എടുക്കുക, കൂടുതൽ മുളക് എടുത്തോളൂ. ഇനി എരിവ് അധികം വേണ്ടാന്നാണെങ്കിൽ മുളകിൻ്റെ എണ്ണം കുറച്ച് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പം ഈ സമയം കൊണ്ട് ഫസ്റ്റ് ട്രിപ്പ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി ചട്നി റെഡിയാക്കണം. അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കടുക് മുഴുവനായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിലോട്ടൊരു 4 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതാ ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങയിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിള വരുന്ന സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇഡ്ഡലിയും നല്ലൊരു അടിപൊളി ചട്നിയും കൂടിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ. ദോശയ്ക്കും ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ചട്നിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.